ഞാനൊരു ടിപ്പിക്കൽ ജെമിനൈനാണ്. സോ മേ ബി അതുകൊണ്ടായിരിക്കാം ഒരുപാട് മൂഡ് സ്വിങ്സും ഒരുപാട് പിന്നെ ഇങ്ങനെ ഉള്ള കോൺസ്റ്റന്റ് ആയിട്ടുള്ള തോട്ട്സും ഒക്കെ വരുന്ന ഒരാളാണ്. അത് ചില സമയത്ത് ഉണ്ടാവും, യെസ്. പിന്നെ ചിലപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ അത് ഓക്കെ ആവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ അതേ അങ്ങനെ വരും. അതിനൊരു ഇതുവരെ അതിനൊരു അവസാനം ഉണ്ടായിട്ടില്ല. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന തോട്ട്സുകൾ. നമ്മൾ പുറത്ത് നിന്നിട്ട് പവർഫുൾ ആണ് എന്നൊക്കെ പറയും, വിശേഷിപ്പിക്കും. നമ്മൾ നോക്കി കണ്ടിട്ട് പറയും ആ കൊള്ളാലോ ഭാവന എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഒരു ഹോംവർക്ക് എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. എവിടുന്നാണ് ഈ പവർ കിട്ടുക എന്നോ എവിടുന്നാണ് ഇൻസ്പിറേഷൻ കിട്ടുക എന്നോ പറയാൻ പറ്റില്ല. അല്ല, അത് ഒരിക്കലും ഒരാളെ നമുക്ക് അങ്ങനെ പുറത്തുനിന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഒരു ഗ്ലിംസോ ഒരു ചിരിക്കുന്ന ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതുകൊണ്ടോ അവര് ഭയങ്കര ഹാപ്പി ആണല്ലോ എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ആ ഒരു ദിവസമായിരിക്കും ചിലപ്പോൾ ഒന്ന് ഹാപ്പി ആയിട്ടുണ്ടാവും. ചില ദിവസങ്ങളിൽ നമ്മൾ ഭയങ്കര ഡൗൺ ആയിട്ടുള്ള. സോ എല്ലാ ഹ്യൂമൻ ബീങ്സിനെ പോലെ തന്നെയുള്ള പ്രശ്നങ്ങളും മെന്റൽ പ്രോബ്ലംസും പിന്നെ ഒക്കെ എല്ലാവർക്കും ഉണ്ട്. എനിക്ക് വളരെ ഉണ്ട്. പിന്നെ അത് അങ്ങനെ നമ്മൾ പുറത്തേക്ക് അങ്ങനെ കാണിക്കാറില്ല എന്ന് മാത്രം. ബിക്കോസ് എങ്ങനെയാണ് ആൾക്കാർ അത് ജഡ്ജ് ചെയ്യുക എന്നുള്ളത് അറിയാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പുറത്ത് കാണിക്കൽ മാത്രമല്ല, ഇപ്പൊ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോവാതെ ഇതും പിടിച്ചു നിർത്തണമല്ലോ. അപ്പൊ മൂഡ് ഓഫ് കുഴപ്പമില്ല, മാനേജ് ചെയ്യാം. പക്ഷെ ഡിപ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് ചികിത്സിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ അത്തരം അവസ്ഥയിലേക്ക് പോയിട്ട് തിരിച്ചു വന്നതാണോ എന്നറിയില്ല. എങ്ങനെയായിരുന്നു അത് മാനേജ് ചെയ്തതെന്ന് നമുക്ക് എത്ര ചോദിച്ചാലും മനസ്സിലാവണമെന്നില്ല. ഭാവനയ്ക്ക് കിട്ടിയിട്ടുള്ള പോയിന്റ്സ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്കിലും ചോദിക്കുക, ഇങ്ങനെ കടന്നു വരുന്നവരോടൊക്കെ നമ്മൾ ചോദിക്കില്ല. കാരണം നമുക്കൊരു പാഠമാവട്ടെ, ഇല്ലെങ്കിൽ ഇത് നോക്കാൻ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ദേ കണ്ടോ, അയാൾ കണ്ടോ എന്ന് ചോദിക്കില്ല. അപ്പം ഏതൊക്കെ പോയിന്റ്സിലാണ് നമുക്ക് തിരിച്ചു വരാൻ കഴിയും, ഇങ്ങനെയാണ് ഇല്ല ഞാനിങ്ങനെ സ്ട്രോങ് ആവണം എന്ന് തോന്നുന്ന ചില പോയിന്റ്സ് ഉണ്ടാവില്ലേ? ഉണ്ടാവും എന്ന് കരുതി ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഞാൻ ഭയങ്കരമായിട്ട് ഓക്കെ സ്ട്രോങ് ആയിരിക്കണം എന്നുള്ള സംഭവമേ അല്ല. അത് അങ്ങനെ എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് ആയിട്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ അച്ഛൻ മരിച്ചിട്ട് ഈ വർഷം 8 വർഷം ആവുകയാണ്. സോ എല്ലാവരും പറയാം ടൈം വിൽ ഹീൽ. പക്ഷെ അതൊക്കെ ഒരു വൂണ്ട് തന്നെയാണ്. അത് ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും. എനിക്കാണ് ഞാൻ മരിക്കുന്നത് വരെയും ഓഫ് കോഴ്സ് ഐ മിസ് മൈ ഫാദർ. അത് ഉള്ളിൽ ഉണ്ടാവും. നമ്മളൊരു ഒറ്റയടിക്ക് കുറെ കാലം കഴിയുമ്പോൾ ഓക്കെ എന്നുള്ള രീതിയിലല്ല, ഒക്കെ ഉള്ളിലുണ്ടാവും. പക്ഷെ അതിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അല്ലാതെ അത് കംപ്ലീറ്റ് ആയിട്ട് മാറി ഞാൻ ഭയങ്കര അങ്ങനെ ഉണ്ടാവില്ല. എനിക്ക് അങ്ങനെയല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ലൈഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണല്ലോ. ഹാപ്പിനെസ് ഉണ്ടാവും, വിഷമം ഉണ്ടാവും, പിന്നെ എല്ലാവരും പറയും ഒരു കയറിയാൽ പിന്നെ ഇറങ്ങും എന്നുള്ള പോലെ തന്നെയാണ് എന്റെയൊക്കെ ഒരു മാനസികാവസ്ഥ. നമ്മൾ ഓക്കെ ആയി ക്ലിയർ ആയി ഇനി എന്റെ ലൈഫിൽ ഫുൾ ഹാപ്പിനെസ് ആണ് എന്നുള്ളൊരു ഫേസിൽ ഒരിക്കലും ഞാനിതുവരെ എത്തിയിട്ടില്ല. അങ്ങനെ എത്തിയ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സോ എനിക്കപ്പോൾ എന്റെ കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഒരു കോൺസ്റ്റന്റ് ബാറ്റിലാണ്. വരും പോവും അങ്ങനെയുള്ള. അവസാനം കണ്ടത് ഇന്ത്യക്കൊരു പ്രേമം ഉണ്ടായിരുന്നു സിനിമ കണ്ടു. അതിനകത്ത് റൊമാൻസ്